അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധമായ ഹുദൈബിയ സന്ധി നടന്ന പ്രദേശത്താണ് ഞാൻ നിന്നുള്ളത്. ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു പഴയ പുരാതനമായ പള്ളി ഇവിടെ കാണാം. അമവിയാക്കളുടെ കാലത്ത് പണികഴിപ്പിക്കപ്പെട്ട ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങളും ചരിത്ര വസ്തുതകളുമൊക്കെ ഹുദൈബിയയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഹുദൈബിയയുടെ ചരിത്രങ്ങൾ നമുക്ക് പങ്കുവെക്കാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം സ്വഹാബാക്കളും പ്രധാനപ്പെട്ട മക്കയിൽ താമസിച്ചിരുന്ന മുഹാജിരിങ്ങളും എല്ലാ സമയത്തും ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു അവർക്ക് മക്കയിലേക്കൊന്ന് തിരിച്ചു വരണമെന്ന്. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലതവണ അവർ ആവശ്യപ്പെടുകയും നമ്മൾക്കൊന്ന് മക്കയിൽ പോകാം, ഒന്ന് തവാഫ് ചെയ്യാം, ഒന്ന് ഉംറ ചെയ്യാമെന്നൊക്കെ സഹാബാക്കൾ ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിട്ടും ഇപ്പോൾ നമ്മൾക്ക് പോകാൻ സമയമായിട്ടില്ല, അള്ളാഹു അതിനൊരു അവസരം തരും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സമാധാനം പറയുകയും എല്ലാവരെയും സാന്ത്വനപ്പെടുത്തുകയുമാണ് ചെയ്തിരുന്നത്. ഒരിക്കലും തന്നെ ഒരു പ്രകോപനപരമായി മക്കത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഉംറ ചെയ്യാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിരുന്നില്ല. അങ്ങനെ സ്വഹാബാക്കളും കടുത്ത നിരാശയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിജ്റ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സ്വപ്നം നുബുവത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടുന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാക്കളെ, ഞാനിങ്ങനെ മക്കത്തേക്ക് ഇഹ്റാം ചെയ്ത് സ്വഹാബാക്കളെയും കൂടെ കൂട്ടി പോയി ഉംറ നിർവഹിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉംറ നിർവഹിക്കാൻ പാകത്തിന് നിങ്ങൾ തയ്യാറാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട് സ്വഹാബാക്കൾ വല്ലാതെ ആനന്ദിക്കുകയും അവരെല്ലാവരും ഉംറ ചെയ്യാനുള്ള ഉംറയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി. ഭക്ഷണവും വെള്ളവും അതുപോലെ യാത്രയ്ക്ക് ഇടയിൽ അവർക്ക് മാറ്റാനുള്ള വസ്ത്രങ്ങളും ഉംറയ്ക്ക് ഉപയോഗിക്കാനുള്ള ഇഹ്റാം ഡ്രസ്സുകളും അറവ് നടത്താനുള്ള ബലിമൃഗങ്ങളും അതുപോലെ അവർക്ക് തഹല്ലുലാകാനുള്ള ആയുധങ്ങളും എല്ലാം എടുത്തുകൊണ്ട് സ്വഹാബാക്കൾ ഉംറയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ 1400-ൻ്റെയും 1500-ൻ്റെയും ഇടയ്ക്ക് സ്വഹാബാക്കൾ അൻസാരികളും മുഹാജിരികളുമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അവരെല്ലാവരും കൂടി അണിഞ്ഞൊരുങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പരിശുദ്ധമായ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസ്വ എന്ന ഒട്ടകപ്പുറത്ത് ഓരോ സഹാബാക്കളും ഒട്ടകത്തിൻ്റെയും അതുപോലെ കുതിരകളുടെയും അവരവരുടെ വാഹനങ്ങളുടെയൊക്കെ പുറത്തായിട്ട് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട വിവരം മക്കക്കാരറിയുകയും തടയാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ്, അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അന്ന് ശത്രുക്കളുടെ നേതാവാണ്, അവരുടെ നേതൃത്വത്തിലൊരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന പ്രദേശത്തേക്ക് അയക്കുകയും ചെയ്തു. 200 പേര് വരുന്ന സൈന്യം മുസ്ലിങ്ങളുടെ മുന്നിൽ വലിയൊരു പ്രശ്നമല്ലെങ്കിലും ഒരു സംഘടനം ഉണ്ടാക്കണ്ട എന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് ബിൻ വലീദും സംഘവും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. അങ്ങനെ ആ വഴിയിലൂടെ വരുമ്പോൾ ഏകദേശം മക്കയിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെ ഷുമൈസ് എന്ന പ്രദേശത്ത് ഹുദൈബിയ താഴ്വരയിലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായ കസ്വാ അവിടെ മുട്ടുകുത്തുകയാണ്. ആ സമയത്ത് സഹാബാക്കൾ പറഞ്ഞു, ഖലഅത്തിൽ കസ്വാ ഇങ്ങനെ അനുസരണക്കേട് കാണിക്കുന്നല്ലോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒമാ ഖലഅത്തിൽ കസ്വ അനുസരണക്കേട് കാണിച്ചിട്ടില്ല, ബൽ ഹബസഹു ഹാബിസുൽ ഫീൽ, അബ്രഹത്തിൻ്റെ ആനപ്പടയെ തടഞ്ഞ റബ്ബ് തന്നെയാണ് കസ്വാഇനെ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഏതായാലും ഒറ്റയടിക്ക് മക്കയിലേക്ക് പോയി ഉംറ ചെയ്യാൻ കയറാതെ നമ്മൾക്കിങ്ങനെ ഉംറയ്ക്കാണ് വന്നിട്ടുള്ളതെന്നും നമ്മൾ യുദ്ധത്തിനോ മറ്റോ കാര്യത്തിനോ ഉള്ള ആയുധങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും സമാധാനപരമായ ഉംറ ചെയ്യാൻ നമ്മളെ അനുവദിക്കണമെന്നും ശത്രുക്കളോട് അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാരെ വിട്ടു. ശത്രുക്കൾ സാധ്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് ആളെ വിട്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂതന്മാർ കൈമാറിയെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായില്ല. അവസാനം ഒരു സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തിരഞ്ഞെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് അയക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് അയച്ച ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അവർ ഉംറ ചെയ്ത് തവാഫ് ചെയ്ത് മടങ്ങിക്കൊള്ളാനും നബി തങ്ങളെ അനുവദിക്കുകയില്ല എന്നും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാതെ തവാഫ് ചെയ്യാതെ ഞാൻ ഉംറ ചെയ്യില്ല എന്നും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുവദിക്കണമെന്നും അത് ശക്തമായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ തടങ്കൽ വെക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉംറ ചെയ്യാൻ അനുവദിക്കില്ലെന്നും പറയുകയും ചെയ്തു. ആ ഇടയ്ക്ക് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരക്കുകയും സഹാബാക്കൾ ഒന്നടങ്കം പ്രശ്നത്തിലാവുകയും ചെയ്തു. ആ സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമാധാനപരമായി ഉംറയ്ക്ക് വരികയും ദൂതനെ അയക്കുകയും ചെയ്ത് നമ്മളെ പ്രകോപിപ്പിച്ചവരോട് മരണം വരെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്നോട് ബൈഅത്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു എലന്തമര ചുവട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളോട് സഹാബാക്കൾ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ആ ബൈഅത്തിന് ബൈഅത്തുർ റിദ്വാൻ എന്നാണ് പറയുന്നത്. അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു എന്നും അവരെ അള്ളാഹു ഉന്നതമായ നിലയിലെത്തിക്കുമെന്നും അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് ചെയ്ത 1400 ചില്ലാനും സഹാബാക്കൾക്ക് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇടത് കൈ വലത് കൈ വെക്കുകയും അതാ ബൈഅത്തു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബൈഅത്താണ് എന്ന് പറഞ്ഞ് സഹാബാക്കളെ ആ ബൈഅത്തിൽ സമ്പൂർണ്ണമാക്കുകയും ചെയ്തു. പിന്നീട് ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഒരുങ്ങി വന്നാൽ അവർ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ തീരുകയില്ലെന്ന് മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്ധി ചെയ്യാൻ സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്ന വ്യക്തിയെ പറഞ്ഞയക്കുകയും അവസാനം ഒരു സന്ധിക്ക് കളമൊരുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായിട്ട് ശത്രുക്കളുമായിട്ട് സന്ധി ചെയ്യുകയാണ്. ആ സന്ധിയിൽ ഒരുപാട് നിബന്ധനകൾ അവർ ഏകപക്ഷീയമായിട്ട് ആവശ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വെച്ചപ്പോൾ അങ്ങനെ റസൂലുള്ളാഹ് എന്ന പേര് വെക്കാൻ പറ്റില്ല എന്നും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ആ നാമം അവർ അംഗീകരിക്കാത്തതാണെന്ന് പറയുകയും അതുപോലെ മക്കയിലേക്ക് ആരെങ്കിലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നാൽ അവരെ തിരിച്ചയക്കുകയില്ലെന്നും മദീനയിലേക്ക് ആരെങ്കിലും വന്നാൽ തിരിച്ചയക്കണമെന്നും അതുപോലെ തന്നെ ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല എന്നും അടുത്ത വർഷമാണ് നിങ്ങൾക്ക് ഉംറയ്ക്ക് അവസരം തരുന്നത് എന്ന് 10 വർഷം യുദ്ധം ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറേ നിബന്ധനകൾ അതിൽ വെക്കുകയും അതിൽ ഏകപക്ഷീയമായ നിബന്ധനകളോടൊക്കെ സഹാബാക്കളും പ്രത്യേകിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവൊക്കെ എതിരാവുകയും പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിബന്ധനകളൊക്കെ അംഗീകരിച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കരാറിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അവസാനം ആ കരാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമായി മാറുകയും പരിശുദ്ധമായ മക്കം ഫതഹിനെ അത് കളമൊരുക്കുകയും ചെയ്തു. ഈ പ്രദേശമാണ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന പ്രദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുമായിട്ട് കരാർ ചെയ്ത സന്ധി ചെയ്ത പ്രദേശമെന്ന് പറയപ്പെടുന്നു. ആ സ്ഥലത്ത് അമവിയാക്കൽ പഴയ കാലത്ത് ഒരു പുരാതനമായ പള്ളി നിർമ്മിച്ചിരുന്നു. കാലാന്തരത്തിൽ പള്ളികൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് ഇപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ കമ്പി അഴികൾ തീർത്ത് അത് സംരക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ ഹുദൈബിയയിൽ പ്രധാനമായി ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാനൊരു പള്ളിയുണ്ട്. ഹുദൈബിയയിൽ നിന്ന് കുറച്ചൊരല്പം ഒരു കിലോമീറ്റർ മാറി മുൻവശത്തേക്ക് പോകുമ്പോൾ ഒരു കമ്പനിയുടെ അകത്തായിട്ട് ഒരു കിണർ കാണാം. ആ കിണറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ബൈഅത്ത് ചെയ്ത ബൈഅത്ത് റിദ്വാൻ നടത്തിയ വൃക്ഷം നിന്ന സ്ഥലത്തുള്ള ഒരു കിണറാണ് അത്. ആ കിണർ ഇപ്പോഴും ആ കമ്പനിയുടെ ഉള്ളിൽ നമുക്ക് കാണാം. അള്ളാഹു ഇസ്ലാമിക ചരിത്രങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.